പമ്പ നിലയ്ക്കൽ സർവീസിലെ ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടി. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സൂപ്പർവൈസർ, ഡെപ്പോ എഞ്ചിനീയർ എന്നിവർക്കെതിരെ വകുപ്പുതല അച്ചടക്ക നടപടിയും എടുത്തു. അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന റിപ്പോർട്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പമ്പ നിലയ്ക്കൽ സർവീസിലെ ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെയാണ് നടപടി. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇക്കഴിഞ്ഞ നവംബർ 17-നാണ് പ്ലാത്തോട് വെച്ച് KSRTCയുടെ ലോ ഫ്ലോർ ബസ് കത്തി നശിച്ചത്. പമ്പ നിലയ്ക്കൽ സർവീസിന് വേണ്ടി ഉപയോഗിച്ച ബസ്സാണ് കത്തി നശിച്ചത്. ഈ സംഭവത്തിലാണ് നിലവിൽ 4 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതായിട്ട് KSRTCയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പേരൂർക്കട KSRTC ഡിപ്പോയിലെ 2 ജീവനക്കാരാണ് ഇവർ. ഒപ്പം തന്നെ സൂപ്പർവൈസർ, ഡിപ്പോ എഞ്ചിനീയർ എന്നിവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയും സ്വീകരിച്ചതായിട്ടാണ് KSRTC രേഖാമൂലം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അപകടത്തിന് കാരണമെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ബാറ്ററിയിൽ നിന്നുള്ള കേബിളുകൾ അത് കൃത്യമായിട്ട് ഘടിപ്പിച്ചിരുന്നില്ല. അത് മാത്രവുമല്ല, പ്രധാന കേബിളുകൾ ഫ്യൂസ് ഇല്ലാതെ നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതാണ് ഈ കത്തിയമരാനായിട്ടുള്ള കാരണമായിട്ട് നിലവിൽ ഹൈക്കോടതിയെ KSRTC അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തുടർന്ന് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞുവെന്നും KSRTCയുടെ സത്യവാങ്മൂലത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ശരി രേഷ്മ, പമ്പ നിലയ്ക്കൽ സർവീസിലെ ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.